കാശ് പണം കൊട്ട് മണി മണി കാശ് അങ്ങനെ നമ്മുടെ യൂട്യൂബ് വരുമാനം വന്നിരിക്കുന്നു. കാശ് പണം കൊട്ട് മണി മണി ഓട് വേണ്ട മേടയില്ല കാലമേല. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ പൈസ ആദ്യം കിട്ടിയ പൈസ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും. അപ്പൊ ഓണക്കല് വന്നത്, അപ്പൊ എല്ലാവർക്കും വീട്ടിലെല്ലാവർക്കും ഒരു ഓണക്കോടി എടുത്തു കൊടുക്കാന്ന് ചോദിച്ചു. കാശ് പണം ഇത് രണ്ടും ചെയ്യും. കാശ് പണം കൊട്ട് മണി 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 കാശ് പണം കൊട്ട് മണി 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 കാശ് പണം. ഇതെന്തിനാന്ന് വെച്ചാൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടി, ആ പൈസക്ക് വാങ്ങിയതാണ് ഞാൻ. കാശ് പണം കൊട്ട് മണി മണി കാശ് പണം. അങ്ങനെ നമ്മുടെ യൂട്യൂബ് വരുമാനം വന്നിരിക്കുന്നു. കാശ് പണം കൊട്ട് മണി മണി. അങ്ങനെ 1.5 മാസം ആയി നമ്മുടെ യൂട്യൂബ് തുടങ്ങിയിട്ട്. അതാ 1.5 മാസം കഴിഞ്ഞപ്പോൾ നമ്മുടെ യൂട്യൂബിൽ നിന്ന് പൈസ വരാൻ തുടങ്ങിയിരിക്കുന്നു. ആദ്യത്തെ ഇൻകം വന്നിരിക്കുന്നു. ഇതാ കണ്ടില്ലേ. ഓട് വേണ്ട മേടയില്ല കാലമേല. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ പൈസ ആദ്യം കിട്ടിയ പൈസ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും. അപ്പൊ ഓണക്കല് വന്നത്, അപ്പൊ എല്ലാവർക്കും വീട്ടിലെല്ലാവർക്കും ഒരു ഓണക്കോടി എടുത്തു കൊടുക്കാന്ന് ചോദിച്ചു. ഇന്ന് വരെ ഒരാൾക്കും ഓണക്കോടി എടുത്ത് കൊടുത്തില്ല. അപ്പൊ ഫസ്റ്റ് ഇതുകൊണ്ട് കിട്ടിയ പൈസ കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഓണക്കോടി എടുത്തത് സ്പെഷ്യൽ ആണല്ലോ. ഇതൊരു സ്പെഷ്യൽ പൈസയും കൂടെ ആണല്ലോ. അതുകൊണ്ട് ഇത് എൻ്റെ അടുത്ത് കിട്ടിയത് എന്തായാലും എങ്ങനെ വണ്ടിയിലെണ്ണ അടിച്ച് പോകും. അതുകൊണ്ട് നമ്മൾ ഈ കാര്യത്തിന് ചിലവാക്കണം. അപ്പോൾ എല്ലാവർക്കും സന്തോഷമാവും, എല്ലാവരും ഓർത്തിരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ ഈ എല്ലാവർക്കും ഓണക്കോടി വാങ്ങാൻ വേണ്ടി പോകാം. കാശ് കടയിലെത്തിയിട്ടുണ്ട്. നമ്മളെ നാട്ടിലുള്ള കട തന്നെ. അപ്പോൾ കയറാം. ആദ്യം ഇവിടുന്ന് തുടങ്ങും. കൂട്ടിലെ ഏറ്റവും ചെറുത് അപ്പോൾ ആദ്യം നമുക്ക് ആദ്യം എടുത്തു തുടങ്ങാം. ഇതാണ് കുട്ടികളുടെ കിഡ്സിൻ്റെ സെക്ഷൻ. ബോയ്സ് ആദ്യക്കുള്ള അവിടെ സെറ്റായി. അടുത്ത ഇനി ചെയ്യാൻ നോക്കാം. ഇത് രണ്ടും ചെയ്യും. അപ്പോൾ 3 എടുത്തു. ഇത് അമ്മയ്ക്ക്, ഇത് ഉണ്ണിമോക്ക്, ഇത് ഇടത്തമ്മയ്ക്ക്. സെറ്റ് വരൂ. ഇനി അടുത്തേക്ക് ഇത് അളിയന്, ഇത് ഏട്ടന്, ഇത് രണ്ടും, പിന്നെ ഇത് എനിക്ക്, അത് അപ്പാക്ക്. ഓക്കെ, നമ്മൾ തുണികളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സെപ്പറേറ്റ് ആണ് ബോക്സിലേക്ക് ആക്കി പാക്ക് ചെയ്യാം. അങ്ങനെ ഫസ്റ്റ് പോകുന്നത് ചേട്ടൻ്റെ വീട്ടിലേക്കാണ്. നമുക്ക് അവിടെ പോയി സർപ്രൈസ് കൊടുക്കാം. അപ്പോൾ ഇത്രയും നേരം എനിക്ക് ഷൂട്ട് ചെയ്തത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. പിന്നെ എന്നെ ഡ്രസ്സ് എടുക്കാൻ സഹായിച്ചത്, സൈസിനും കാണിച്ചത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം, നിങ്ങളിതുവരെ കണ്ടാൽ സാധ്യതയില്ല. ഫ്രണ്ട്സ്, ഇവൻ പ്രത്യേകം പറഞ്ഞിരുന്നു ഇതാരും ഷൂട്ട് ചെയ്യുന്നതെന്ന് പറയണ്ട എല്ലാവർക്കും. പക്ഷെ എനിക്ക് അവൻ നേരത്തെ പറഞ്ഞായിരുന്നു, എന്നോട് അവൻ നേരത്തെ പറഞ്ഞായിരുന്നു, എനിക്കല്ലേ അവരുടെ സൈസും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. അപ്പം അങ്ങനെ ഞാനും കൂടെ കൂടിയതാണ്.
പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ സർപ്രൈസ് ആയിട്ടാട്ടോ കൊടുക്കുന്നത്. ഞാൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ദേവും ദിയെ സ്കൂളിലേക്ക് പോയതാണ്. പോയിപ്പോ വന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ ആദ്യം ചേട്ടന്റെ വീട്ടിലേക്കാ പോണേ, അമ്മേനെ അച്ഛൻ അപ്പാപ്പയുടെ ഒക്കെ അടുത്തോട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ദേവുദിയ എന്റെ അടുത്തേക്ക് പോവാം. അപ്പം എല്ലാവർക്കും ഡ്രസ്സ് എടുത്തു. എല്ലാവർക്കും വീട്ടിലുള്ളവർക്ക് മൊത്തം എടുത്തു ഡ്രസ്സ് എടുത്തു. മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാല് അർജുന് യൂട്യൂബ് മണി കിട്ടിയ കാര്യം വീട്ടിൽ അറിയില്ല കേട്ടോ. എത്രയാണോ കിട്ടിയത് അത് മൊത്തം പൊടിച്ചിട്ടുണ്ട്. മൊത്തമായിട്ടും ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അപ്പം അത് കൊടുത്തോണ്ട് പറയാം യൂട്യൂബ് മണി കിട്ടിയ കാര്യം അല്ലേ. നമുക്ക് വീട്ടിലോട്ട് പോകാം. ചേട്ടനോട് കടയിൽ നിന്ന് വരാൻ പറഞ്ഞു. ചേട്ടനോട് മൊത്തം പറഞ്ഞു. ആലിക്ക് കൊടുത്തു. താങ്ക് യു പറയടാ. ആ വെൽക്കം. അല്ല ഇതെന്തിനാന്ന് വെച്ചാൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടി. ആ പൈസക്ക് വാങ്ങിയതാണ് ഞാൻ. ആദ്യം ഓപ്പൺ ചെയ്തു. ലൈറ്റ് താത്ത് അല്ലടാ, അത് ഫ്രണ്ട് തന്നെയാ. ഇതാണ് ഇത് ബാക്കാ. സോറി, നോക്കട്ടെ, ഇങ്ങനെ ഉണ്ടാലും മതി. ഇതിപ്പോ എല്ലാം ബാക്കില്ല. ഇതാണ് ഫ്രണ്ട്. അല്ലല്ല, ഇതാണ് ഫ്രണ്ട്. കറക്റ്റ് പോക്കറ്റും വള്ളിയുള്ള പാൻറ് കിട്ടില്ല. കറക്റ്റ് അവിടെ വന്ന ഫ്രീക്കൾ ഇവിടുത്തെ ഇപ്പത്തെ ഫ്രീക്കല്ലേ. ഓനതല്ല ഇഷ്ടം. ഞാൻ വരുന്ന പാൻറ്റൊക്കെ നോക്കി അപ്പൊ നമ്മളിവിടെ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു. നമുക്ക് അപ്പറേ അവിടെ ഇനി ചേച്ചീൻ്റെ അവിടെ പോയി കൊണ്ട് കൊടുക്കാം. ഒരാളുണ്ടല്ലോ രാവിലെ ജുബയും മറ്റേ ഇതെന്താണ് മുണ്ടൊക്കെ ഇട്ട് പറയുന്നുണ്ട്. മുണ്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരുങ്ങി വരാം. വൈകുന്നേരം ആയപ്പോ മുടി ഇവിടെ അവിടെയും ജുബ ഇങ്ങനെയൊക്കെയാണ്. ഒരേ പായസം കുടിച്ചാ എങ്ങനെ കാണിച്ചു കൊടുത്തേ? സ്കൂളിൽ പായസം കുടിച്ച് മുണ്ടേലാവാതിരിക്കാൻ വേണ്ടിട്ട്. എന്താ ഞാനീ കാണുന്നത്? അതെ, ഹാപ്പി ഓണം. താങ്ക് യു. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. താങ്ക് യു. ഫുൾ സപ്പോർട്ട് ഇത്ര നേരം നമ്മളെ സഹായിച്ചത്. സ്പെഷ്യൽ താങ്ക്സ്. നമുക്കൊക്കെ എന്തൊക്കെയാ എടുത്തതെന്ന് നിങ്ങൾ കണ്ടാണല്ലോ അല്ലേ? എല്ലാരും പോയിട്ട് ഞാൻ കണ്ടിട്ടില്ല. എല്ലാരും പോയിട്ട് നമുക്കിനി അളിയൻ ഞാൻ കൂടി ബാക്കിയുള്ളൂ. ഹാപ്പി ഓണം. വിഷു കഴിഞ്ഞിട്ടല്ലാത്തോണ്ട് തിരിച്ചത് കൊടുക്കണ്ടല്ലോ. അതാണ് സംഭവം. പ്രത്യേകത. അപ്പൊ ഫ്രണ്ട്സ്, അർജുന്റെ ആദ്യ യൂട്യൂബ് സാലറി വന്നത് ഞാൻ അറിഞ്ഞു. അത് വെച്ചിട്ടാണിത് വാങ്ങിയത് എന്ന് ഞാൻ ഗസ് ചെയ്തു. കാരണം ഞാൻ യൂട്യൂബിനൊക്കെ ഭയങ്കര മനസ്സിലായി വേഗം. അപ്പൊ താങ്ക് യു. ഇവിടെ ഒരു രഹസ്യം വെച്ച് കളിക്കാൻ പറ്റില്ല. അല്ല, ഞാനത് മനസ്സിൽ വിചാരിച്ചിരുന്നു. ആദ്യത്തെ യൂട്യൂബ് സാലറി വന്നത് എനിക്കറിയായിരുന്നു. അപ്പോൾ ആളുടെ ചാനൽ വീണ്ടും ഉയരങ്ങളിലോട്ടെത്തി.
എല്ലാ ഓണത്തിനും വിഷുവിനും ക്രിസ്മസിനും ഈസ്റ്ററിനും ഇതുപോലുള്ള ശ്രീനാരായണ ജയന്തിക്കും എല്ലാ ജയന്തിക്കും നാട് വരുന്നതായിരിക്കും. ചെറിയ പെരുന്നാളും എല്ലാം വാങ്ങിത്തരാൻ കഴിഞ്ഞേ. ഓക്കെ ലാസ്റ്റ് അല്ലെങ്കിൽ തുറന്നോക്ക്. പ്രാർത്ഥിച്ചുണ്ട് ഞാൻ സെലക്ഷനിൽ എന്ത് സംഭവിച്ചാലും അതൊന്നും എന്റെ കുറ്റമല്ല. ഇതേപോലത്തെ ഉണ്ടോ? ബാക്കിയുള്ളൊക്കെ പൂക്കളും ഓലയും കടലും ഒക്കെ ഉണ്ടാക്കി തോന്നി. ഇത് ഇത് ഞാൻ സെലക്ട് ചെയ്താട്ടോ. സത്യം പറയല, ഞാൻ മോശം അഭിപ്രായം വരുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ടൈം ചെയ്തിരുന്നു. ഇതിലൂടെ മുണ്ട് പോകും അല്ലേ? അപ്പോൾ നല്ല ഷർട്ട് തന്നുകൊണ്ട് ഒരു ടാഗ് ലൈൻ കൂടി പറയാം. ഈ ഓണം മലബാറി മല്ലു ഓണം. മല്ലുവിനോടൊപ്പം അല്ലെ, മലബാറി മല്ലുവിനോടൊപ്പം എല്ലാരും കൊടുത്തു മൊത്തം എല്ലാം കൊടുത്തു. അവിടെ നിന്ന് വിളി വരുന്നവരൊക്കെ ഡ്രസ് ഇട്ടു. എവിടെ എങ്ങനെയുണ്ട്? ഇതാണോ മാഷ്മലോ? ഇതിയൊക്കെ ഇഷ്ടപ്പെട്ട മാഷ്മലോന്റെ അതേ ഡിസൈൻ ഇതാണോ, കളറല്ലേ ഇത്? പാന്റ് എനിക്ക് ഇഷ്ടമായിട്ടാണ്. പാന്റ് എനിക്ക് തന്നെ കേട്ടോ. ഈ പാന്റ് എനിക്ക് ഇഷ്ടമായി ഇടയ്ക്ക് ഞാൻ ചോദിക്കും. ഇല്ല ഞാനിവിടെ നല്ല രസമുണ്ട്. ദിയമ്മോക്കും അതേ നല്ല രസമുണ്ട്. അതെ അതുപോലെ പിന്നെ 6 പാക്ക് പോക്കറ്റ് അല്ലേ? അപ്പൊ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുത്തു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ദേവനൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് സ്വന്തം സെലക്ട് ആയതുകൊണ്ട് ഇഷ്ടപ്പെട്ടു. അതെ അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി. ആരും മാറ്റി നിർത്താതെ എല്ലാവർക്കും എടുത്തു ഡ്രസ്സ്. അപ്പം പിന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് ഒരുപാട് നന്ദി. അതെ, താങ്ക് യു സോ മച്ച്. ഇനി നിങ്ങൾ ഇതേമാതിരി തന്നെ സപ്പോർട്ട് ചെയ്യാം. അതെ, ഞാനാണത് പറയേണ്ടത്. ഇത്ര ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല 1.5 മാസം കൊണ്ട് എനിക്കൊന്നും ഇത് ഇങ്ങനെ. ഇവരൊക്കെ 1 വർഷത്തിന് ശേഷമാണ് 1.5 വർഷം എടുത്തു യൂട്യൂബ് മണി കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവര് 1.5 മാസം എടുത്തിട്ടുള്ളൂ. അപ്പൊ അതിന് നിങ്ങളോട് ഒരുപാട് താങ്ക്സ് പറയാണ്. ഇനി വ്യൂസ് കൂട്ടി എന്നെ 1 മില്യൺ അടിച്ച് എന്നൊരു സെലിബ്രല്ല യൂട്യൂബ്. അതുപോലൊരു അത് ഞാൻ ഇപ്പൊ എനിക്ക് സിൽവർ മതി. ഒരു വർഷത്തിലുള്ള സിൽവർ കിട്ടിയാൽ എനിക്ക് ബമ്പർ ലോട്ടറിയാണ്. ഓക്കെ, അപ്പോ ഇന്നത്തെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഞാൻ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുത്തു. ഇനി 1 മിനിറ്റ് ഇത് പിടിച്ച എനിക്ക് തന്നെ ഗിഫ്റ്റ് തന്നു. ഇതാണ് എൻ്റെ ഡ്രസ്സ്, അല്ല എനിക്ക് എൻ്റെ ഓണക്കോടി. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ഓണം. Kucak gung, kucak gung, kucak gung, kucak gung, kucak gung.